ദേഷ്യം വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ അമിതമായാൽ കോപിക്കുന്നത് ശരിയല്ല. ഇച്ഛാഭംഗം, വിഷാദം, അപകർഷതാബോധം, നൈരാശ്യം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ് തുടങ്ങിയവയാണ് കോപം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. 2 തരം ദേഷ്യമുണ്ട്. വൈറ്റ് ആങ്കർ, മനസ്സിൽ ദേഷ്യമില്ലാതെ കാണിക്കുന്ന ദേഷ്യം. റെഡ് ആങ്കർ, മനസ്സിൽ ഒരാളോട് തോന്നുന്ന വിദ്വേഷത്തിൽ നിന്നും വരുന്ന ദേഷ്യം. ഒന്നുകിൽ നമ്മൾ ദേഷ്യം എക്സ്പ്രസ് ചെയ്യും അഥവാ പ്രകടിപ്പിക്കും. മറ്റു ചിലർ ദേഷ്യം അടക്കി പിടിക്കും. പല അസുഖങ്ങൾക്കും പിറകിൽ ക്ഷമയില്ലായ്മയും മനസ്സിലുള്ള കോപവുമാണ് കാരണം എന്ന് പഠനങ്ങൾ പറയുന്നു. ദേഷ്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭാഷ. നല്ല ഭാഷയിൽ ശബ്ദം താഴ്ത്തി മനസ്സിലാകുന്ന രീതിയിൽ മാത്രം സംസാരിക്കുക. ദേഷ്യത്തിന് പിറകിലുള്ള മറ്റൊരു ഇമോഷൻ പേടിയാണ്. യോഗ ശീലിക്കുന്നതും നല്ലതാണ്. ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ബ്രീത്തിങ് എക്സസൈസ് ശീലമാക്കുക. മുറിവുകൾ എന്നും മനസ്സിൽ സൂക്ഷിക്കാതെ ആളുകളോട് ക്ഷമിക്കാനും കഴിഞ്ഞുപോയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ മറക്കാനും ശ്രമിക്കുക. ഒരിക്കലും പൊട്ടിത്തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം പല മെത്തേഡുകൾ ഉപയോഗിച്ച് ഗ്രാജുവലി ദേഷ്യം കുറയ്ക്കാൻ സാധിക്കും.